നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികളുടെ ഇഷ്ടതാര കുടുംബമാണ് കൃഷ്ണകുമാറിൻ്റേത്. നടൻ കൃഷ്ണകുമാറിൻ്റെ മക്കളെല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം വൈറലുമാണ്. ദിവസങ്ങൾക്ക് മുമ്പാണ് നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണയുടെ വിവാഹം കഴിഞ്ഞതും. ദിയ കൃഷ്ണയുടെ മുൻ കാമുകനായിരുന്നു വൈഷ്ണവ് ഹരിചന്ദ്രൻ. ദിയ കൃഷ്ണയിലൂടെ തന്നെയാണ് വൈഷ്ണവിനെ സോഷ്യൽ മീഡിയയ്ക്കും പരിചയം. ഇരുവരും മുൻപ് ഇഷ്ടത്തിലായിരുന്നു, പിന്നീട് ഈ ബന്ധം വേർപിരിയുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഈ റിലേഷൻ അവസാനിപ്പിച്ചതെന്ന് ഇരുവരും ഇതുവരെ തുറന്നു പറഞ്ഞിരുന്നുമില്ല. ബന്ധം പിരിഞ്ഞതിന് പിന്നാലെ തൻ്റെ സോഷ്യൽ മീഡിയയിൽ നിന്നും വൈഷ്ണവുമായുള്ള എല്ലാ വീഡിയോകളും ദിയ നീക്കം ചെയ്തിരുന്നു. തൻ്റെ സുഹൃത്തായ അശ്വിൻ ഗണേഷിനെയാണ് ദിയ പിന്നീട് വിവാഹം കഴിക്കുകയും ചെയ്തത്. അതേസമയം ദിയയ്ക്കൊപ്പമുള്ള വീഡിയോകൾ ഇപ്പോഴും വൈഷ്ണവിൻ്റെ പേജുകളിൽ ഉണ്ട്. ഇപ്പോഴിതാ അത് എന്തുകൊണ്ടാണ് മുൻ കാമുകിക്കൊപ്പമുള്ള വീഡിയോകൾ ഡിലീറ്റ് ചെയ്യാതിരുന്നതെന്ന് പറയുകയാണ് വൈഷ്ണവ്. ബ്രേക്കപ്പ് ആയെങ്കിലും മുൻ കാമുകിമാരോട് തനിക്ക് പിണക്കമില്ല, അതുകൊണ്ടാണ് പഴയ വീഡിയോസൊക്കെ ഇൻസ്റ്റയിൽ നിലനിർത്തിയിരിക്കുന്നത്. അവരുടെ കൂടി സമ്മതത്തോടെയാണത്. ബ്രേക്കപ്പ് ആയാലും ആരുമായും ദേഷ്യം വയ്ക്കാറില്ല, എപ്പോഴും അവരെന്നെയും കാണാറില്ല, എന്നാലും കണ്ടാലും സംസാരിച്ചിട്ടേ പോകാറുള്ളൂ. ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നത് കൊണ്ടായിരിക്കും ബ്രേക്കപ്പ് ആകുന്നത്, അതിൽ ദേഷ്യം വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. അതേസമയം മ്യൂച്വൽ ഫ്രണ്ട്സിൽ ചിലരോട് ദേഷ്യം തോന്നിയിട്ടുണ്ട്. എൻ്റെ ഭാഗത്താണ് പ്രശ്നമെങ്കിലും സുഹൃത്തുക്കൾ എന്നും എൻ്റെ ഒപ്പം നിൽക്കും. എല്ലാവരെയും പൊതുവെ സുഹൃത്താക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ആ സ്കില്ലൊക്കെ പോയി. വിഷമം ഒന്നുമില്ല. ആ കാലത്ത് വിഷമം ഉണ്ടായിരുന്നു, ഇപ്പോൾ പക്ഷേ ഇല്ല. ഇതല്ലേ നല്ലത്. എനിക്ക് പക്വത കുറവാണെന്നാണ് പൊതുവെയുള്ള ഒരു സംസാരം. ബ്രേക്കപ്പിൽ നിന്നും പുറത്തു കിടക്കാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. 1-2 ദിവസം വിഷമം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എൻ്റെ നോർമൽ ലൈഫിലേക്ക് പോകും. ചിലർ ചോദിക്കും, ബ്രേക്കപ്പ് ഒക്കെ ആയാലോ, എന്താണ് അടുത്ത പരിപാടിയെന്ന്. അത് കേൾക്കുമ്പോഴാണ് വിഷമം ഉണ്ടാകുന്നത്. അത് ചോദിക്കുന്നവരുടെ പ്രശ്നമാണ്. നമ്മൾ വലിയ സങ്കടത്തിലാണെന്ന് അവർ വിചാരിക്കും, പക്ഷെ അത്ര സങ്കടമൊന്നും നമുക്ക് കാണില്ല. അതുണ്ടെങ്കിലും സങ്കടം പുറത്തു കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടായിരിക്കും ഞാൻ പെട്ടെന്ന് മൂവ് ഓൺ ആകുന്നതും. പെട്ടെന്ന് മൂവ് ഓൺ ആകുമ്പോൾ ആളുകൾ പറയും അവൻ സീരിയസ് ആയിരുന്നില്ലെന്ന്. പിന്നെ മൂവ് ഓൺ ആകേണ്ട 1-2 വർഷം കരയേണ്ട കാര്യമുണ്ട്. പഴയ ബ്രേക്കപ്പിൽ നിന്നും പഠിച്ചത് ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് ചുറ്റും പാടില്ലെന്നാണ്. കുറച്ച് പ്രൈവറ്റ് മൊമെന്റ്സ് ഒക്കെ വേണം. എൻ്റെ തെറ്റായിരുന്നു. എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആളായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ കുറച്ച് പ്രൈവറ്റ് സ്പേസ് കീപ്പ് ചെയ്യാറുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ കൂടെ നടക്കുന്ന എല്ലാവരെയും നമുക്ക് ഇഷ്ടമാണെന്ന്. പക്ഷേ എപ്പോഴും അത് അങ്ങനെ ആകണമെന്നില്ല. കൂടെ ഒരു 5 പേരുണ്ടെന്ന് കരുതുക. അവർ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും ഞാൻ നേടുന്നതും. അത് പ്രശ്നമുണ്ടാകും. നമ്മുടെ സൗഹൃദവും ബന്ധവും ഒക്കെ പോകും. ഈഗോ, ദേഷ്യമൊക്കെ ഉള്ള ആൾ തന്നെയാണ് ഞാൻ. പക്ഷേ ഞാൻ അങ്ങനെ ആലോചിക്കാറില്ലെന്നും വൈഷ്ണവ് പറഞ്ഞു. ഇത് വൈഷ്ണവ് ഉദ്ദേശിച്ചത് ദിയയുടെ ഭർത്താവ് അശ്വിൻ ഗണേഷിനെ ആണോ എന്നാണ് ആരാധകരും ചോദിക്കുന്നത്. കാരണം അശ്വിൻ ഗണേഷും വൈഷ്ണവും നല്ല സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ ദിയയും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അശ്വിൻ എൻ്റെ കൂടെ പഠിച്ചതല്ല, പക്ഷെ ഞങ്ങളുടെ സുഹൃത്ത് ഗ്യാങ്ങിൽ ഉൾപ്പെട്ട ആളാണെന്ന്. അതുകൊണ്ട് തന്നെ വൈഷ്ണവ് ഉദ്ദേശിച്ചത് അശ്വിൻ ഗണേഷിനെ ആണോ എന്നാണ് ആരാധകരും ചോദിക്കുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.